യഥാർത്ഥ കൊലയാളികളെ ഞങ്ങൾ ട്രേസ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. We are collecting evidences. അത് കിട്ടുകയും ചെയ്യും. നിങ്ങളോട് ചോദിച്ചില്ല. തൊഴിലാളി നേതാവ് ശിവൻപിള്ളയുടെ യഥാർത്ഥ കൊലപാതകളെയും കണ്ടുപിടിക്കും. യു ഷട്ട് അപ്പ്. പോലീസ് സ്റ്റേഷൻ. ഞാനൊരു അടി തന്നല്ലോ, അതിന് പരാതിയൊന്നും കൊടുക്കാനില്ലേ ഇൻസ്പെക്ടർക്ക്? അതിന് പകരം ചോദിക്കാൻ എനിക്കറിയാം. What is all this? വെയിറ്റ് ഇൻസ്പെക്ടർ, ഇനിയും പല അത്ഭുതങ്ങളും നടക്കാൻ പോകുന്നതേ ഉള്ളൂ. What do you mean, Mr. Kumar? വർഷങ്ങൾക്ക് മുമ്പ് കള്ളക്കടത്തുകാരുടെ ഒരു ലോഞ്ചിൽ കയറി നാട് വിട്ട ഒരു മലയാളി യുവാവിന്റെ കഥയാണ്. കൺട്രിയാണ് എന്തേ? ഈ ലോഞ്ചേ കൺട്രിയാണോന്ന്? ആയിരിക്കാം. അങ്ങനെ അയാൾ ദുബായിലെത്തി. ഒരു പ്രസിദ്ധ രത്നവ്യാപാരിയുടെ കടയിൽ ജോലിക്കാരനായി. ക്രമേണ വ്യാപാരിയുടെ വിശ്വാസം നേടി. അപ്പൊ ആള് സ്മാർട്ടാണ്. പറയുന്ന കേൾക്കാശാനെ. വ്യാപാരിയുടെ വീട്ടിൽ ഏത് സമയവും അയാൾക്ക് പ്രവേശനമുണ്ടായിരുന്നു. വൈഫ് ചെറുപ്പണ്. ഈ വ്യാപാരിയുടെ ഭാര്യ കാണാൻ കൊള്ളാവുന്ന കൂട്ടത്തിലാണോ? അവർ ഗർഭിണിയായി. ഈ യുവാവിന്റെ വരവും പോക്കിനും മുമ്പുള്ളതാ ഗർഭമോ അതോ അതിന് ശേഷമുള്ള ഗർഭമോ? ബി സീരിയസ് ആശാനെ. ഞാൻ സീരിയസ് ആണ്. ഒരു ദിവസം രാത്രിയിൽ നമ്മുടെ യുവാവ് ആ വ്യാപാരിയെയും അയാളുടെ ഗർഭിണിയായ ഭാര്യയെയും കുത്തിക്കൊന്നു. ശരിക്കങ്ങോട്ട് കൊന്നാ പറഞ്ഞ? അതെ. എന്നിട്ട് അവരുടെ സേഫ് കുത്തി തുറന്ന് കണക്കില്ലാത്ത സമ്പാദ്യവുമായി സ്ഥലം വിട്ടു. കുറെ നാൾ കഴിഞ്ഞു വലിയ പണക്കാരനായി നാട്ടിൽ പ്രമാണിയായി, വ്യവസായിയായി, സ്ഥലത്തെ പ്രധാന ദിവ്യനുമായി. നായകൻ ആരാണെന്നറിയണ്ടേ? സാക്ഷാൽ GK മേനോൻ. വിശ്വസിക്കാൻ കഴിയുന്നില്ല രവി. ദിസ് ഈസ് എ ഫാക്ട്. എല്ലാ തെളിവുകളും എന്റെ ഉണ്ട്. ദുബായ് പോലീസിന്റെ വാണ്ടഡ് നോട്ടീസ് അടക്കം. എന്നിട്ട് എന്തുകൊണ്ട് അയാളെ ഇതുവരെ അവർ പിടികൂടിയില്ല? ഇയാളൊരു കള്ളപ്പേരിലാണ് അവിടെ താമസിച്ചത്. ഈ തെളിവുകളെല്ലാം എനിക്ക് വേണ്ടി ശേഖരിച്ചത് DABയിലെ കുറ്റാന്വേഷകരാണ്. ഇതിന്റെ ഒരു കോപ്പി ദുബായ് പോലീസിന് കിട്ടും. അല്ല, ആളെ എത്താവോ? ലെറ്റസി. കഥ തീർന്നിട്ടില്ല, ഇനിയുണ്ട്. പറഞ്ഞോളൂ. ഞാൻ കാട് കിടക്കുന്നു. ഹലോ. ഉണ്ട് കൊടുക്കാം. ഹലോ. അതെ. എന്താ വിശേഷിച്ച്? പേഴ്സണലായിട്ട് ചില സംഗതികൾ സംസാരിക്കാനുണ്ട്. എന്റെ ഷെയർ വിൽക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ സംഗതി വളരെ രഹസ്യമായിരിക്കണം, ആരും അറിയരുത്. ഞാൻ അങ്ങോട്ട് വരട്ടെ? ഞാൻ ഇപ്പോ അല്പം ബിസിയാണ്, പിന്നീട് അറിയിക്കാം. അവിടെ. ഓക്കെ, ശരി. ഞാൻ പോയി അമ്മയോട് പറയാം. ചേട്ടന്റെ അമ്മായിക്ക് എന്നെ കാണുമ്പോ ഇഷ്ടപ്പെടുമോ എന്തോ? കാണാൻ പോവില്ലേ? ചോദിച്ചു നോക്ക്. ഓ, ബ്യൂട്ടിഫുൾ അല്ലേ? നമസ്കാരം. ഇരിക്കൂ. ഞാൻ ഒറ്റയ്ക്കല്ല. എന്നെങ്കിലും നിന്റെ അമ്മയെ കാണിച്ചിരാമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല. ഇതാണ് നിന്റെ അമ്മ. നിന്നെ പ്രശംസിച്ചു നിന്റെ അമ്മ. അമ്മ? അമ്മയോ? അതെ അതെ മോളെ.
മോളെ മോളെ അമ്മേ എന്റെ അമ്മേ മോളെ ഭാവിയാണെങ്കിൽ നിന്നെ കാണാൻ, മോളെ എന്ന് വിളിക്കാൻ, അമ്മയെ എന്നുള്ള വിളി കേൾക്കാൻ ഞാൻ കൊതിച്ചു. സാധിക്കുമെന്ന് കരുതിയില്ല. പക്ഷേ ദൈവം എന്റെ വിളി കേട്ടു. അമ്മേ, എല്ലാ വിവരങ്ങളും ഈ വലിയ മനുഷ്യൻ എന്നോട് പറഞ്ഞു മോളെ. ഇനി ഞാൻ എന്റെ അമ്മയെ വിടില്ല. ചേട്ടാ, നമുക്ക് അമ്മയെ ഇവിടുന്ന് കൊണ്ടുപോകാം. ആശ്രമ നിയമങ്ങൾ അതിനനുവദിക്കില്ല മോളെ. ഇനി എന്തിനാമേ ആശ്രമം? ഈ ആശ്രമമാണ് എന്റെ അമ്മ. എന്റെ അമ്മയെ ഉപേക്ഷിച്ച് തൽക്കാലം ഒരു ദിവസത്തേക്ക് വരാമല്ലോ അമ്മേ. ഭാവി കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കാം. സ്വാമിജിയോട് ചോദിച്ച് അനുവാദം വാങ്ങിക്കാം. ഹലോ ബിജോയ്, എന്താ ഇത്ര വലിയ അർജന്റ് ഷോപ്പിംഗ്? സംഗീതയ്ക്ക് ഷോപ്പിങ്ങിന് പോകണമെന്ന് പറഞ്ഞു. ഐ എം വെരി ബിസി. അതുകൊണ്ട് ബിജോയെ കൂട്ടിയേക്കാന്ന് വിചാരിച്ചു. ദാറ്റ്സ് നൈസ്. ബട്ട് ഡോണ്ട് ഫോൾ ഇൻ ലവ് വിത്ത് ഹർ. യു ആർ വെരി നോട്ടി അങ്കിൾ. ചേച്ചി, അവൾ ഇപ്പോ വരും. ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ്. ഷോപ്പൊക്കെ അടച്ചു. സംഗീതേ, വരുന്നു. ഓ, ഈ പെമ്പിള്ളേർക്ക് എത്ര ഡ്രസ് ചെയ്താലും മേക്കപ്പ് ചെയ്താലും മതിയാവില്ല. എന്റെ അമ്മയ്ക്ക് ഇത് രണ്ടുമില്ല. എവിടെ പോണിലും നിൽക്കുന്ന വേടത്തിലിറങ്ങും. പറഞ്ഞ പോലും കേൾക്കില്ലെന്നേ. ഹലോ ബിജോയ്, ഐ എം റെഡി. പോവാം. ജസ്റ്റ് എ മിനിറ്റ്, ഐ എം എക്സ്പെക്ടിങ് എ ഫ്രണ്ട്. അയാൾ വന്നിട്ട് പോ. താമസിക്കും. സംഗീത, ഐ വാണ്ട് എ കീ. ജസ്റ്റ് എ മിനിറ്റ്. സംഗീത, വെയിറ്റ് വെയിറ്റ്. ഇപ്പൊ കീ വേണ്ട. വാട്ട് ഈസ് ദിസ്? അങ്കിളിന്റെ ഫ്രണ്ട് വന്നല്ലോ. ഇനി ഞങ്ങൾ പോട്ടെ. വെയിറ്റ് വെയിറ്റ്. വാട്ട് വെയിറ്റ് വെയിറ്റ്? എന്ത് പറ്റി? ചായ വേണോന്നും പറയും വേണ്ടാന്നും പറയും. ആരാ പോയി ഫ്രണ്ട്? ഇത് മാർത്താണ്ഡന്റെ മകനാണല്ലോ. വാട്ടിന്റെ? അല്ല, ഇതാര് വിജയോ? നമസ്കാരം മാവ. ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകാൻ ഇറങ്ങിയത്. ഞങ്ങൾ പോയിട്ട് വരാം. കമോൺ. എവിടെയോ കണ്ട് പരിചയമുള്ള മുഖം അല്ലേ? ഏതായി കുട്ടി? അയനിക്കൽ വിക്രമൻ കർത്താവിന്റെ മകൾ. എന്താ? വിക്രമൻ കർത്താവ് വർഷങ്ങൾക്ക് മുൻപ് പാവപ്പെട്ട ഒരു സ്ത്രീയെ വഞ്ചിച്ചു. അവർ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ അത് നശിപ്പിക്കാൻ അയാൾ അവരെ പ്രേരിപ്പിച്ചു. അവർ കൂട്ടാക്കിയില്ല, പ്രസവിച്ചു. മുഴുവനും കേൾക്കൂ. ഒടുവിൽ ആ കുട്ടിയെ ആ സ്ത്രീയിൽ നിന്നും അകറ്റി ബോംബെയിൽ ഒരു അനാഥാശ്രമത്തിൽ താമസിപ്പിച്ചു. അവൾ വളർന്നു. ആ കുട്ടിയാണ് നിങ്ങൾ ഇവിടെ കണ്ടത്. അതെ, നിങ്ങളുടെ ജ്യേഷ്ഠൻ വിക്രമൻ കർത്താവിന്റെ ഏറ്റവും വലിയ വിക്രിയ. കുട്ടിയെ ബോംബെയിൽ അയക്കാനും മറ്റും കർത്താവിനെ സഹായിച്ചത് ജി കെ മേനോനായി. അങ്ങനെയാണ് കർത്താവ് ജി കെ മേനോന്റെ അടിമയായി. ആ രഹസ്യമാണ് കർത്താവ് ജി കെ മേനോനെ ഇപ്പോഴും ഭയപ്പെടാനുള്ള കാരണം. തീർന്നില്ല. ഒടുവിൽ അശരണയായ ആ സ്ത്രീയെ സ്വന്തം അനിയനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. ബുദ്ധിയില്ലാത്ത ശുംഭനായ അനിയനെ കൊണ്ട്. എന്തിനാണെന്നറിയാമോ? അനിയന്റെ ഭാര്യയെ സ്വന്തം ഭാര്യയായി ഉപയോഗിക്കും. ആ സ്ത്രീയിൽ അല്പം നന്മ അവശേഷിച്ചിരുന്നത് കൊണ്ട് അവരാ വീട് വിട്ടുകൂടി ഒരു അനാഥാശ്രമത്തിൽ അഭയം തേടി. ഞാനത് വിശ്വസിക്കുന്നില്ല. ജസ്റ്റ് എ മിനിറ്റ് മിസ്റ്റർ കർത്താവ്. അമ്മേ, നീ ജീവിക്കാൻ നിവർത്തിയില്ലായിരുന്നു. അങ്ങയുടെ ജ്യേഷ്ഠൻ പറഞ്ഞതൊക്കെ അനുസരിക്കേണ്ടി വന്നു. തെറ്റായിരുന്നെങ്കിലും അങ്ങയെ വിവാഹം കഴിക്കാൻ ഒരുങ്ങിയപ്പോൾ വിശ്വസ്തയായ ഒരു ഭാര്യയായി കഴിയാമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതിന് കഴിയില്ലെന്ന് ബോധ്യം വന്നപ്പോൾ ആ വീട് വിട്ടോടി. ഗതികേടുകൊണ്ടാണെങ്കിലും ചെയ്തുപോയ തെറ്റിന് മാപ്പ്. പാപം ചെയ്തു പോയതിനു ശേഷമാണ് അങ്ങയുടെ മുൻപിൽ താലി കെട്ടാൻ ഞാൻ കഴുത്ത് നീട്ടിയത്. അതിന് പ്രായശ്ചിത്തം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എനിക്ക് മാപ്പ്. കൊലപാതകങ്ങൾക്ക് കൂട്ടുന്നില്ലേ? അതിന് സമ്മാനമായി കരുതിക്കൊള്ളൂ. ഞാനത് സഹിക്കില്ല.